നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മിവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം യോഗ വിഷയമാകുന്നു. കല്യാണവർമാവിൻ്റെ ജ്യോതിഷ യോഗ വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് സാരാവലിയിൽ. അതിൽ തന്നെ ദ്വിഗ്രഹയോഗം, ത്രിഗ്രഹയോഗം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹയോഗമാണ്. ചതുർണാം ഗ്രഹാണാം യോഗ ചതുർഗ്രഹയോഗ, 4 ഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന യോഗങ്ങൾ. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. പല രൂപത്തിലുമുള്ള, പല ഭാവത്തിലുമുള്ള, പല സ്വഭാവത്തിലുമുള്ള ഗ്രഹങ്ങൾ സംയോജിച്ച് ചേരുമ്പോൾ ആ വർണ്ണാന്തരം, ജാത്യന്തരം, സ്വഭാവാന്തരം എപ്രകാരം ഉണ്ടാകുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ കേന്ദ്രഗ്രഹങ്ങളായി വരുന്നത് സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും ഒരുമിച്ച് വരുമ്പോഴുള്ള യോഗമാണ്. ആദ്യം നമുക്ക് യോഗം ചർച്ച ചെയ്യാം. എന്താണ് യോഗം, എപ്രകാരമാണ് ഈ യോഗം ഒരു വ്യക്തിയെ ബാധിക്കുന്നതെന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ലിപികര തസ്കര മുഖരോ രോഗി മായാപ്രപഞ്ച കുശലശ്ച ബുധരവി ഭൗമ ശശാങ്കൈഹി ഏകസ്ഥൈഹി പുരുഷോ ഭവതി. ഇവിടെ രവി, സൂര്യൻ, ശശാങ്കൻ, ചന്ദ്രൻ, കുജഹ, ചൊവ്വ, ബുധൻ, ഈ 4 ഗ്രഹങ്ങൾ ഏകസ്ഥൈഹി ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇപ്രകാരമാണെന്ന് പറയുന്നു. സഹ ലിപികരഹ ഭവതി, അയാൾ ലിപിങ് കരോതി ഇതി ലിപികരഹ, അയാൾ ഗ്രന്ഥകാരനായി തീരുന്നു, അക്ഷരം കൊണ്ട് ജീവിക്കുന്നു. ബുധൻ പ്രിൻറ്റിംഗ് ടെക്നോളജിയാണ്. അതിനാൽ എഴുത്ത് വായന മാത്രമല്ല, പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെടുന്ന സമസ്ത മേഖലകളിലും അദ്ദേഹം വളരെയധികം ശോഭിക്കുന്നു. കാരണം സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ദ്വിഗ്രഹയോഗം യന്ത്ര അശ്മകാരം നരമെന്ന് പറഞ്ഞിട്ടുണ്ട്. യാന്ത്രികമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന മനുഷ്യനെന്ന് പറയുന്നു. അപ്രകാരം തന്നെ ചൊവ്വയും ബുധനും വണിക്കാണ്, വ്യാപാരിയുമാണ്. ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാര വിഷയങ്ങൾ. അതിനാൽ ലിപി, അക്ഷരം കൊണ്ട് എന്തൊക്കെ ഒരു മനുഷ്യന് നേടാം, ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അദ്ദേഹം നിഷ്ണാതനാകുന്നു. പിന്നീട് മുഖരഹ, അദ്ദേഹം വളരെയധികം ശബ്ദിക്കുന്ന വ്യക്തിയാണ്. മുഖരഹ ഇത്യസ്യ ശബ്ദായമാനഹ ഇത്യർത്ഥ, വാചാലനാണ്, വെറുതെ ധാരാളം ഉറക്കെ ഘോഷിക്കും, ശബ്ദിക്കും അദ്ദേഹം. പിന്നീട് അദ്ദേഹം തസ്കരഹ, ചോരപ്രവൃത്തികൾ ചെയ്യും, കള്ളൻ്റെ സ്വഭാവവും അദ്ദേഹം പ്രകടിപ്പിക്കുമെന്ന് പറയുന്നു. അദ്ദേഹം രോഗീ ഭവതി, രോഗഃ അസ്യ സ്ഥിതി രോഗി, രോഗമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പലപ്പോഴും ശാരീരികമായ അസ്വസ്ഥതകൾ, വിഷമതകൾ ഉണ്ടാകാം. പിന്നീട് അദ്ദേഹം മായാപ്രപഞ്ച കുശലഹ, മായാപ്രപഞ്ചത്തിൽ മായയെ സൃഷ്ടിക്കുന്ന ലോകത്തിൽ അദ്ദേഹം കുശലനാണ്. അതിനാൽ നല്ല മജീഷ്യനാകാം. ഇന്ദ്രജാലങ്ങൾ കൊണ്ട് വലിയ അഭ്യാസം കളിക്കുന്ന, വലിയ പ്രകടനം നടത്തുന്ന ഒരു വ്യക്തിയാകാം. സാധാരണ ജ്യോതിഷത്തിൽ ദ്വിഗ്രഹയോഗത്തിൽ ബുധനും ശനിയും തമ്മിലുള്ള യോഗത്തിൽ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, മായാപടുഹു, മായയിൽ പടു, അതും മജീഷ്യനാണ്. ഇങ്ങനെയുള്ള 4 ഗ്രഹങ്ങളെ യോഗത്തിലൂടെ ജനിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവമാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് സാരാവലികാരൻ. നിങ്ങൾ ഇപ്രകാരമുള്ള യോഗമുള്ള വ്യക്തിയെ നിരീക്ഷിക്കുക. ജ്യോതിഷ പടുവായ നിങ്ങൾ സാമർഥ്യമുണ്ടെങ്കിൽ നിരീക്ഷിച്ച് മനസ്സിലാക്കുക ഒരു വ്യക്തിയുടെ സ്വഭാവം എപ്രകാരമാണെന്ന്. നന്ദി, നമസ്തേ.